بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا أما بعد أعوذ بالله من الشيطان الرجيم الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى മാന്യ സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിർ അൽ മഅഖിലിയാണ് ഖുതുബ ഓതിയത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന്റെ സിഫാത്തുകളിൽ നിന്ന് അൽ ലത്തീഫ് എന്ന ദയാലു, കനിവുള്ളവൻ, കാരുണ്യൻ എന്ന ആ മഹത്തായ സിഫത്തിനെ കുറിച്ചാണ്, അതിന്റെ വിശദാംശത്തെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനുൽ അദീമിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകതയായി പറഞ്ഞ ഭാഗമാണ് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചത് കാരണത്താൽ നിങ്ങൾ ജനങ്ങളോട് കനിവ് കാണിക്കുന്ന ആളായി മാറുകയും അത് നിമിത്തം ജനങ്ങൾ നിങ്ങളിലേക്ക് അടുക്കുകയും നിങ്ങളുടെ പരിസരത്തിൽ ഒരുമിച്ച് കൂടുകയും നിങ്ങളുടെ വാക്ക് കേൾക്കുകയും നിങ്ങളുമായി സഹകരിക്കാൻ ഇഷ്ടപ്പെടുകയും അവർ ചെയ്തു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്. നിങ്ങൾ അവരോട് ലീനിൽ അഥവാ ദയാലുവായി പെരുമാറിയത് കാരണത്താൽ, കനിവോടുകൂടിയുള്ള പെരുമാറ്റം കാരണത്താലാണ് അവർ നിങ്ങളിലേക്ക് അടുത്തത്. അതേസമയത്ത് നേരെ വിപരീതമാണെങ്കിൽ നിങ്ങൾ ക്രൂരതയോടുകൂടിയും വരസലുള്ള സ്വഭാവത്തോടു കൂടിയുമാണ് അവരോട് പെരുമാറിയതെങ്കിൽ അവർ നിങ്ങൾ നിന്നിട്ട് അകൽന്നിരുന്നേനെ എന്ന് റബ്ബ് ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാനുൽ അദീമിൽ പറഞ്ഞ ആ ശൈലി കൊണ്ടാണ് ഇന്ന് മക്ക ഇമാം ഖുതുബയെ ആരംഭിച്ചത്. അല്ലാഹു ലത്തീഫാണ്, അഥവാ ദയാലുവാണ്, കനിവുള്ളവനാണ്, കാരുണ്യവാനാണ്. അവന്റെ അടിമകൾക്ക് നിഅമത്തുകളെ അവന്റെ കനിവ് കാരണത്താൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് വരുന്നതായ പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലുത്ഫ് കൊണ്ടും ഇഹ്സാൻ കൊണ്ടും നന്മ കൊണ്ടും അവൻ ദൂരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്ന, കനിവ് കാണിക്കുന്ന ശൈലി അവ്യക്തമായിട്ടാണ് ചിലപ്പോൾ അവർക്ക് അനുഭവപ്പെടുക. സ്വയം അറിയുകയില്ല, സ്വയം അറിഞ്ഞോളണമെന്നുമില്ല. ചിലപ്പോൾ പ്രയാസമുണ്ടാകുന്ന സമയത്തായിരിക്കും, മുസീബത്തുണ്ടാകുന്ന സമയത്തായിരിക്കും ജനങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും അതാത് അവയവങ്ങൾക്ക് അള്ളാഹ് അർപ്പിച്ചതായ ഏൽപ്പിച്ചതായ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതൊന്നും അവൻ അറിയുന്നേയില്ല. ഇതെല്ലാം അള്ളാഹിന്റെ ലുത്ഫോട് കൂടിയാണ്, അള്ളാഹുവിന്റെ ആ കനിവോട് കൂടിയാണ്, കാരുണ്യത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ കിഡ്നിയെ സ്റ്റോപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ ഓരോ അവയവത്തെ സ്റ്റോപ്പ് ചെയ്യാൻ അത് ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമെന്നോണം, മറ്റുള്ളവർക്ക് പാഠമെന്നോണം അവൻ കാട്ടാറുള്ളത് പോലെ ജനങ്ങളുടെ, പൊതുവേ സൃഷ്ടികളുടെ, മൊത്തം പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ആ അള്ളാഹുവിന്റെ കനിവ് മുസ്ലിങ്ങളിലേക്ക് ചൊരിയുന്നത് കാരണത്താലുള്ളതായ ആ പ്രത്യേകത, അത് ആ ലുത്ഫ് അവരുടെ ഇടയിൽ അവ്യക്തമായിട്ടാണ് അനുഭവപ്പെടുക. അത് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലത്തീഫാണ്, അടിമകളോട് അവൻ ലുത്ഫുള്ളവനാണ്. അതേ അല്ലാഹു അവന്റെ അടിമകളോടുള്ളതായ ലുത്ഫ് കാരണത്താലാണ് അല്ലാഹുവിന്റെ റിസ്ഖ് നമ്മെ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവിന്റെ കാരുണ്യം കാരണത്താലാണ് നമുക്ക് റിസ്ഖ്, നമുക്ക് ഭക്ഷണം, നമുക്ക് പാനീയം, നമുക്ക് ശ്വാസം കഴിക്കാനുള്ളതായ വായു, നമുക്ക് ഇവിടെ ജീവിക്കാനുള്ളതായ എല്ലാ ചുറ്റുപാടുകൾ അവന്റെ റിസ്ഖ് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അവൻ ശക്തിയുള്ളവനാണ്, അവൻ ഖവിയാണ്, അവൻ മാന്യനാണ്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് ചെയ്യുന്നതായ ആ ലുത്ഫിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരമുള്ളവര് അവന്റെ അടിമകളിൽ അവന്റെ അമ്പിയാക്കന്മാരാണ്, അവന്റെ റസൂലുകളാണ്. അവരാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അവരിൽ ലുത്ഫ് പ്രകടമായതെന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബിമാരെയും അവന്റെ ദൂതന്മാരെയും
അള്ളാഹുവിനെയും അവന്റെ മുർസലുകളെയും യഥാർത്ഥത്തിൽ അവരിൽ അള്ളാഹുവിന്റെ ലുത്ഫ് പ്രവർത്തിച്ച ശൈലി അള്ളാഹു ഖുർആൻ പറയുന്നത് കാണാം. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. പൊതുവേ ശിഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കണമെന്ന് പൂതിയുണ്ടോ, നിങ്ങൾക്ക് വ്യാമോഹമുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നമുക്ക് മുമ്പ് കടന്നുപോയതായ സമൂഹങ്ങൾക്കും ഉമ്മത്തുകൾക്കും സംഭവിച്ചതുപോലെ പ്രയാസങ്ങളും പുഴുപട്ടിണികളും അരപ്പട്ടിണികളും കഷ്ടതകളും യാതനകളും മർദ്ദനങ്ങളും വേദനകളും എല്ലാം അനുഭവിക്കാതെ അവർക്ക് പെട്ടെന്ന് സ്വർഗത്തിൽ കടക്കാമെന്ന് പൂതിയുണ്ടോ? ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനു, ചില സമൂഹങ്ങളെ ചില വിഭാഗങ്ങളെ അള്ളാഹ് പരിശോധിച്ച ശൈലിയെ കുറിച്ച് പറയുകയാണ്. അവരുടെ കൂടെയുള്ള ദൂതന്മാർ അള്ളാഹു അയച്ചതായ നിയോഗിച്ചതായ നബിമാര് വരെ പറഞ്ഞുപോയി. അതുപോലെ സത്യവിശ്വാസികളും ആ ദൂതന്മാരും സത്യവിശ്വാസികളും പറഞ്ഞുപോയി, മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അവരിലേക്ക് അങ്ങേയറ്റം അടുത്തതാണ് എന്ന് അള്ളാഹു ആ ആയത്തിനെ സമാപിക്കുമ്പോൾ പറയുന്നു. ഈ രൂപത്തിലായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലുത്ഫിനെ അവനിലേക്ക് ഏറ്റവും അടുത്തവരായ നബിമാര്, അവനിലേക്ക് ഏറ്റവും അടുത്തവരായ മുഅ്മിനീങ്ങളെ പരിശോധിച്ചതായ ശൈലി നാം കണ്ടത്. എന്ന് മാത്രമല്ല, അവര് ആ പരീക്ഷണത്തിൽ റാങ്ക് നേടിയത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തീരുമാനം ഖുർആനിലൂടെ നമുക്ക് അറിയിക്കുന്നു. വലഖദ് സബഖത് കലിമതുനാ, നമ്മുടെ വചനം പണ്ട് തന്നെ വിട്ടുകടന്നിട്ടുണ്ട്, എന്റെ മുൻ തീരുമാനമാണെന്ന് പറയും പോലെ ലിഇബാദിനൽ മുർസലീൻ, എന്റെ മുർസലുകളായ അടിമകൾക്ക്, എന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ മുർസലുകൾക്ക് എന്ത്, ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, അവർക്ക് തന്നെയാണ് വിജയം. അപ്പോൾ വിജയം വരുന്നതിന് മുമ്പുള്ള പരീക്ഷണങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ നമുക്ക് തോന്നൽ, എന്താണ് ഇത് സംഭവിക്കുന്നത്? എവിടെയാണ് ലുത്ഫ്? എവിടെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം? എവിടെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം? എവിടെയാണ് അള്ളാഹുവിന്റെ കനിവ്? എവിടെയാണ് അള്ളാഹു ദയാലുവാണ് എന്നത് ഇവിടെ പ്രകടമായത് എന്നൊക്കെ അതിന്റെ ആഴത്തിൽ ഇറങ്ങി അറിയാനുള്ള കഴിവില്ലാത്തവർക്ക് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അള്ളാഹു വരെ യഥാർത്ഥത്തിൽ പരിശോധിക്കൽ എന്തിനു വേണ്ടിയാണ്? ആ പരിശോധനകളുടെ അന്ത്യം അത് അവരുടെ വിജയമാണ്. അവര് മാത്രമാണ് വിജയിക്കാറുള്ളത്. പണ്ട് തന്നെ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണ് അസലിയായ അള്ളാഹുവിന്റെ ഖളായിൽ. വലഖദ് സബഖത് കലിമതുനാ ലിഇബാദിനൽ മുർസലീൻ, എന്റെ അടിമകളായ മുർസലുകൾക്ക് ഞാൻ പണ്ട് തന്നെ തീരുമാനിച്ച എന്റെ മുൻ തീരുമാനമാണ് എന്ത്, ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, അവരാണ് വിജയിക്കുക, അവരാണ് വിജയിക്കുക. വഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ, എന്റെ സേനകൾ മാത്രമേ വിജയിക്കാറുള്ളൂ, മികച്ചു നിൽക്കാറുള്ളൂ, മറ്റുള്ളവരൊക്കെ പരാജയപ്പെടാറാണ് പതിവ്. അപ്പോൾ ഈ നല്ല റിസൾട്ടിലേക്ക് അവരെത്തുക എന്ന രൂപമാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ച പരീക്ഷണങ്ങളിലൂടെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ആദരിച്ച അല്ലാഹുവിന്റെ ലുത്ഫ് അവരിൽ പ്രവർത്തിച്ചതിലൂടെ നാം കണ്ടതായ ശൈലി. അപ്പോൾ ബാഹ്യരൂപത്തിൽ അത് പരീക്ഷണമായിട്ടാണ് കാണുക, ആന്തരിക രൂപത്തിൽ അത് അവർക്ക് വിജയമായിട്ടാണ് കലാശിക്കുന്നതായിട്ട് നാം കണ്ടത്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ അവന്റെ ലുത്ഫ് കൊണ്ട് അവൻ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ശൈലിയെ നബിമാരിലൂടെ എങ്ങനെയാണ് പ്രാക്ടിക്കലായി പ്രാവർത്തികമായി ലോകം കണ്ടത് എന്നതിനെ കുറിച്ചായിരുന്നു മക്ക ഇമാമ് ആദ്യമായി സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്. പിന്നെ അദ്ദേഹം തുടരുകയാണ്, കുല്ലമാ കാനൽ അബ്ദു ബില്ലാഹി അഅറഫ് കാന മിൻഹു അഖ്വഫ്, അടിമ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ളതായ ഭയം ഭക്തി അവരിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അടിമ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ പ്രശ്നം എവിടെയാണ്? ഇവിടെ എന്തുകൊണ്ട് ജനങ്ങൾ അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കേണ്ടതുപോലെ ആദരിക്കുന്നില്ല? അള്ളാഹുവിന്റെ ഷിട്ടികളെ അവനേക്കാൾ ആദരിക്കുന്നു, ഷിട്ടികളെ അവനോട് തുല്യപ്പെടുത്തുന്നു, ഷിട്ടികളെ അള്ളാഹുവിനേക്കാൾ ബഹുമാനിച്ച് ആദരിച്ചിട്ട് അള്ളാഹുവിനെ തരം താഴ്ത്തുന്നു. ഇതൊക്കെ അടിമകളിൽ നിന്നിട്ട് നല്ലൊരു ശതമാനത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതായ മാരകമായ രോഗമാണ്. ഇങ്ങനെയുള്ള ആദർശത്തിൽ വരുന്നതായ ആ വ്യതിയാനം എവിടുന്ന് സംഭവിക്കുന്നു? അള്ളാഹുവിനെ പരിചയപ്പെട്ടില്ല എന്നതാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുക എന്നതാണ് ആദ്യമായിട്ട് ഖുർആനിലൂടെ ലോകത്തോട് റബ്ബുൽ ഇസ്സത്തിന്റെ ജല്ല ജലാലുഹു നമുക്കറിഞ്ഞതായ ഖുർആനിന്റെ ആദ്യത്തെ ആയത്തിലൂടെ അഭിസംബോധന ചെയ്തത്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ, നിന്നെ സൃഷ്ടിച്ച റബ്ബിനെ നീ പരിചയപ്പെടുക. ആ റബ്ബിന്റെ
റബ്ബിന്റെ പേരെന്ത്, ആ റബ്ബിന്റെ ശക്തി എന്ത്, ആ റബ്ബിന്റെ കഴിവെന്ത്, ആ റബ്ബിന്റെ കൽപ്പെന്ത്, ആ റബ്ബിന്റെ ഔസാഫുകളുണ്ട്, സിഫത്തുകൾ എന്ത്, ഇതെല്ലാം നാം പഠിക്കുന്ന സന്ദർഭത്തിലാണ് അവനെ കുറിച്ച് അറിയാൻ സാധിക്കുക. അപ്പോഴാണ് അള്ളാഹുവിനോട് നമുക്ക് ഭയവും ഭക്തിയും ഉണ്ടാവുക. അപ്പോഴാണ് അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവന് മാത്രമാണ് ജീവിക്കേണ്ടതും മരിക്കേണ്ടതും, അവന് മാത്രമാണ് ഇവിടെ നമ്മുടെ ജീവിത ലക്ഷ്യം ഉണ്ടാവേണ്ടത്. അവന്റെ സൃഷ്ടികളെല്ലാം എത്തിയത് അമ്പ്യാക്കന്മാര്, അതിനുശേഷം പിന്നെ മഹാത്മാക്കളാവുന്ന സാലിഹ്യങ്ങൾ, അവരെല്ലാം ആ എത്തിയതായ സ്റ്റേഡിലേക്ക് എത്തിയത് അള്ളാഹിനെ പരിചയപ്പെടേണ്ടതുപോലെ പരിചയപ്പെട്ടത് കൊണ്ടാണ്, അള്ളാഹുനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്, അള്ളാഹുനെ പഠിക്കേണ്ടതുപോലെ പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ ഇഷ്ടപ്പെട്ട ദാസന്മാര് ആ അടിമകൾ അള്ളാഹിനെ കൂടുതൽ പരിചയപ്പെടുമ്പോൾ അള്ളാഹിനെ കൂടുതൽ ഭയപ്പെടുന്നവരായി മാറുന്നു എന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അവർ തുനിയുന്നു. അവര് തെറ്റുകൾ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെടുന്നു. തെറ്റ് വരുമ്പോൾ അവരുടെ തലയുടെ മീതെ പർവ്വതം വീണതുപോലെയായിരിക്കും. വളരെ ചെറിയതായ തെറ്റാണ് അവരുടെ മുമ്പിൽ വിട്ടുകിടക്കുന്നതെങ്കിൽ ഒരു പർവ്വതം പോലെ അവർക്ക് അനുഭവപ്പെടും. കാരണം അവർക്ക് അള്ളാഹുവിന്റെ കഴിവുകൾ പറഞ്ഞു, അവർ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെട്ടു, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് അവർ മനസ്സിലായി. ഇങ്ങനെയാകുമ്പോൾ അഥവാ അള്ളാഹുവിലേക്ക് ജല്ല ജലാലുഹു അഖ്റബ്, ആ അടിമകൾ ഏറ്റവും അടുത്തവരായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഫർളായ നിർബന്ധമായ കാര്യങ്ങൾ, നിർബന്ധമായ ബാധ്യതകൾ നിർവഹിച്ചു കഴിഞ്ഞ ശേഷം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നതായ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നതായ ഖുദ്സിയായ ഹദീസും ഇവിടെ സ്മരണീയമാണ്. അപ്പോൾ ഇവിടെ നാം പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ലുത്ഫ് പഠിക്കേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഏറ്റവും ഉത്തമമായ രീതി അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുന്നവരിൽ എങ്ങനെയാണ് ലുത്ഫ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. വകാന ഖൽബുഹു മിൻ ഷൗഖിൻ ദായിമൻ ഇലാ റബ്ബിഹി ഇലാ ലിഖാഇ റബ്ബിഹി വമഹബ്ബതിഹി വറഇയതിഹി, ഈ അടിമ അള്ളാഹുവിനെ പരിചയപ്പെട്ട അടിമ, അള്ളാഹുവിന്റെ ലുത്ഫ് മനസ്സിലാക്കിയ അടിമ, അള്ളാഹുവിന്റെ ഔസാഫുകൾ പഠിച്ചതായ അടിമ, ആ അടിമയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അവൻ അള്ളാഹുവിന്റെ ലിഖാഇനെ കാത്തിരിക്കുന്നവരായിരിക്കും, പ്രതീക്ഷിക്കുന്നവരായിരിക്കും. മരിച്ചു കിട്ടിയാൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്ന ആളായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ലിഖാഇനെ ഇഷ്ടമുണ്ടായിരിക്കും. മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, റസൂൽ പറയുന്നു, അള്ളാഹുവിന്റെ ലിഖാഇനെ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഹബ്ബ അല്ലാഹു ലിഖാ, അള്ളാഹു അവന്റെ ലിഖാഇനെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അള്ളാഹുമായി കണ്ടുമുട്ടണം, അള്ളാഹുലേക്ക് ചെല്ലണം എന്ന ആ ആഗ്രഹം ഒരാളിൽ പ്രകടമായി കഴിഞ്ഞാൽ, ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അള്ളാഹു ഇങ്ങോട്ടും അടിമയെ ഇഷ്ടപ്പെടുകയും അടിമയുടെ ലിഖാഇനെ ആഗ്രഹിക്കുകയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ലുത്ഫ് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നിട്ട് ചിലരിൽ പ്രവർത്തിച്ചതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് മക്ക ഇമാം വിശദീകരിച്ച ഭാഗമാണ്. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അറ്റമാക്കാൻ, അതിനെ എണ്ണിത്തീർക്കാൻ പറ്റാത്തതായ ഒരു പ്രത്യേകതയാണ് ലുത്ഫ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ലുത്ഫ് എന്ന സിഫത്ത് കൊണ്ടുണ്ടാകുന്നതായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉണ്ടാകുന്നതായ ആ ചലനങ്ങൾ, ആ ചേഞ്ചുകൾ, ആ വ്യത്യാസങ്ങൾ, ആ നേട്ടങ്ങൾ, ആ ഉയർച്ചകൾ, ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ, കൊലപ്പെടുത്താൻ പറ്റാത്തതായ ഒന്നാണ് എന്ന് മക്ക ഇമാമ തുടർന്നു പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ ലുത്ഫ് സൃഷ്ടികളിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ആ നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിലേക്ക് അവന്റെ അർസാഖിനെ ഇവിടെ ഡിവൈഡ് ചെയ്യുക എന്നത്. ഉമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അല്ലാഹുവിനെ ഒരാൾ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ യജ്അൽ ലഹു മഖ്റജ, അവന് എന്ത് പ്രയാസത്തിലും മഖ്റജ് ഉണ്ടാകും, രക്ഷപ്പെടേണ്ടതായ മാധ്യമങ്ങളൊന്നും അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. അത് അള്ളാഹുവിന്റെ ലുത്ഫിന്റെ ഒരു ഭാഗമാണ് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക്. അതുപോലെ തന്നെ മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ ചിന്തിക്കാത്ത ഭാവത്തിൽ കൂടി, ചിന്തിക്കാത്ത രൂപത്തിൽ കൂടി അവൻ അള്ളാഹുവിന്റെ റിസ്ഖിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയും ചെയ്യും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരെങ്കിലും അള്ളാഹുലേക്ക് പ്രശ്നങ്ങളെ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അല്ല മതി എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ആയത്തിന്റെ മധ്യത്തിൽ പറയുന്നു. അതെ, അപ്പോൾ മിമ്മാ യഹ്തസിബൂന വ മിമ്മാ ലാ യഹ്തസിബൂന, അവർ കണക്ക് കൂട്ടുന്ന ഭാഗത്തിൽ കൂടിയും കണക്ക് കൂട്ടാത്ത ഭാഗത്തിൽ കൂടിയും അള്ളാഹു അവനെ കരീമ ചെയ്യുന്നുണ്ടായിരിക്കും, കാരുണ്യം അവനിൽ ചൊരിയുന്നുണ്ടായിരിക്കും. അത് ആ അടിമ അറിഞ്ഞോണമെന്നില്ല. ഇത് അള്ളാഹുവിന്റെ ലുത്ഫിന്റെ ചില ഭാഗമായിട്ട് നമുക്ക് ഇമാം സൂചിപ്പിച്ചതാണ്. അതെ, അതുപോലെ തന്നെ
ومن لطفه سبحانه وتعالى بعباده ഇഖ്റാജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ. അത് ഏറ്റവും വലിയ നേട്ടമാണ്. ആലോചിക്കുക, നാം ഒക്കെ എവിടേക്ക് പോകുന്നു? 5 വഖ്ത് നിസ്കരിക്കാൻ വേണ്ടി രാവിലെ സുബഹി നിസ്കാരം മുതൽ ആരംഭിക്കുന്നു. എവിടേക്കാണ് നാം പോകുന്നത്? പള്ളിയിലേക്കാണ്. സജ്ജനങ്ങളുടെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ പള്ളിയിൽ പോയിട്ട് ഖുർആൻ കേൾക്കുന്നു, ആ പള്ളിയിൽ പോയിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു, ആ പള്ളിയിൽ പോയിട്ട് ദിക്റുകൾ ചെല്ലുന്നു, തസ്ബീഹുകൾ ചെല്ലുന്നു, അല്ലാഹുവിലേക്ക് അടുക്കുന്നു. എന്തൊരു മഹാനേട്ടം! ഈ നേട്ടം നേടുന്നവർ ലോകത്തിൽ വളരെ തുച്ഛമാണ്. ആപേക്ഷികമായിട്ട് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിൽ, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരിൽ നിന്നിട്ട് നല്ലൊരു ശതമാനം ജനങ്ങൾ, മുസ്ലിങ്ങൾ, സജ്ജനങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവർ ദുനിയാവുമായി മഷ്ഗൂലീങ്ങളായിരിക്കും. അവര് ഒന്നിരിക്കലോ ഉറങ്ങുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭൗതിക ആഡംബരത്തിലായിരിക്കും, ഭൗതിക സുഖങ്ങളിലായിരിക്കും. അവരും മുസ്ലിങ്ങളാണെന്ന് പറയുന്നു. അതിനിടക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ കാര്യകർത്തൃത്വം ഏറ്റെടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവന്റെ ലുത്ഫ് അവരെ ചൊരിയുന്നു. എങ്ങനെയാണ്? ആ ലുത്ഫ് കാരണത്താൽ അവർക്ക് സുബഹി ഉണരാൻ പറ്റുന്നു, അവർക്ക് നിസ്കരിക്കാൻ പറ്റുന്നു, എല്ലാ നമസ്കാരങ്ങളും ഉണരാൻ പറ്റുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ. അവരെ ഇരുളിൽ നിന്നിട്ട് വെളിച്ചത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഇരുളിൽ നിന്നിട്ട് വെളിച്ചത്തിലേക്ക് പുറപ്പെടുക എന്ന, ഈ ഹിദായത്തിലേക്ക് എത്തുക എന്ന ഈ മഹാനേട്ടം, ഈ മഹാസമ്പാദ്യം അല്ലാഹുവിന്റെ ലുത്ഫ് ആരിൽ പ്രവർത്തിച്ചു, അവർ ചെയ്യുന്ന, അവരിൽ ഉണ്ടാകുന്നതായ ആ പ്രവർത്തനത്തിൽ, ആ സജ്ജനങ്ങളിൽ ഉണ്ടാകുന്നതായ ആ റിസൾട്ടിൽ പെട്ടതാണ് അല്ലാഹുവിന്റെ ലുത്ഫ് പ്രവർത്തിച്ച. അപ്പോൾ അല്ലാഹു ലത്തീഫാണ് എന്നത് സജ്ജനങ്ങളിൽ കാണുന്ന രൂപം എന്താണ്? ആ സജ്ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ലത്തീഫാണ് എന്നത് എല്ലാ അടിമകൾക്കും അവൻ ലത്തീഫാണ്. പക്ഷേ സജ്ജനങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്? യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ. അല്ലാഹു അവരുടെ വലിയാണ്, അവരുടെ കാര്യകർത്തൃത്വം ഏറ്റെടുത്ത ആളാണ്. എന്തിലൂടെയാണ്? അവരെ ആ ഇരുളിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തുന്നു. എവിടേക്ക്? നൂറിലേക്ക്. യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ദുലുമാത്. അതേ സമയത്ത് ആ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ സത്യനിഷേധികൾ, അവരാരാധിക്കുന്നത്, അവരെ അനുസരിക്കുന്നത്, അവര് പിന്നിൽ കൂടുന്നത് താഗൂത്തിന്റെ ബേക്കിലാണ്. അത് കാരണത്താൽ തന്നെ അവർക്ക് സത്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, അവർക്ക് സത്യം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അവർക്ക് പ്രകാശത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അത് ഒരു മഹാ അപകടത്തിൽ പെട്ടവരുടെ സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ സജ്ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലുത്ഫ്, കനിവ്, കാരുണ്യം വ്യാപകമായതായ, അവരിൽ പ്രവർത്തിച്ചതായ ശൈലിയെ കുറിച്ചാണ് ഈ ആയത്ത് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നാം പരിശോധിച്ചു നോക്കിയാൽ കാണാം, ഈ സജ്ജനങ്ങളുടെ സൽക്കർമ്മങ്ങളിലൂടെ അല്ലാഹുവിന്റെ ലുത്ഫ് അവരിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് താഅത്തിൽ ആസ്വാദനം ഉണ്ടാകുന്നു, സൽക്കർമ്മങ്ങളിൽ ആസ്വാദനം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ അവരത് സഹായിക്കുന്നു എന്ന് മാത്രമല്ല, ആ സൽക്കർമ്മങ്ങളുടെ ഇനങ്ങൾ വർദ്ധിപ്പിക്കാൻ അവർക്ക് സഹായകമായി തീരുന്നു. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ രംഗത്തിറങ്ങുന്ന സന്ദർഭത്തിൽ അവർക്ക് ഇനിയും വർദ്ധിക്കട്ടെ, ഇനിയും ചെയ്യട്ടെ, ഇനിയും ഇനങ്ങൾ വർദ്ധിപ്പിക്കട്ടെ എന്നതായ ആ സന്മനസ് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ അല്ലാഹുവിന്റെ ലുത്ഫ് പ്രവർത്തിക്കുന്ന ശൈലിയാണത്. അതേസമയത്ത് നേരെ വിപരീതം, സത്യനിഷേധികളാണെങ്കിൽ ദേഹേച്ഛയെ കീഴ്പ്പെടുന്നു, ദേഹേച്ഛയെ അനുസരിക്കുന്നു, ദേഹേച്ഛയുടെ കൽപ്പന അനുസരിച്ച്, അതിന്റെ പൈശാചിക വഹി അനുസരിച്ച് അവർക്ക് ജീവിക്കേണ്ടി വരുന്നു. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിന്റെ മുമ്പിൽ പരലോകത്തിൽ നിൽക്കണമല്ലോ, അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണമല്ലോ, അല്ലാഹുവിന്റെ ഭയാനകമായ മഹ്ശറ വസ്സമയിൽ ഒരുമിച്ച് കൂടണമല്ലോ എന്നത് ഓർത്തിട്ട് ഇവിടെ ജീവിക്കുന്നതായ സജ്ജനങ്ങളുടെ സ്വഭാവം വനഹൻ നഫ്സ അനിൽ ഹവാ. അത് കാരണത്താൽ അവർ ദേഹേച്ഛയെ ഒഴിവാക്കുന്നു, അവരുടെ ദേഹേച്ഛ അവരോട് ആവശ്യപ്പെടുന്നതായ ആഗ്രഹങ്ങൾ അവർ വിട്ടു നിൽക്കുന്നു. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അങ്ങനെയുള്ളവരുടെ അന്ത്യം, അവര് ചെന്ന് ചേരുന്നത്, അവരുടെ മഅവ അതെവിടെയാണ്? അവർ ചെല്ലുന്നതായ അതേ കേന്ദ്രം അത് സ്വർഗലോകമാണ്. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അതേസമയത്ത്
ആയത്ത് നേരെ വിപരീതം. വഅമ്മാമൻ തഗ, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് വആതറൽ ഹയാത്തദ് ദുനിയ, ഈ ദുനിയവിയായ നശ്വരമായ ഭൗതികമായ ജീവിതത്തെ സെലക്ട് ചെയ്തതായ വ്യക്തികൾ ഫഇന്നൽ ജഹീമ, ആ ജഹീമിലേക്കാണ്, നരക അഗ്നിയിലേക്കാണ്, നരകത്തിലേക്കാണ് അവരെ വലിച്ചെറിയപ്പെടുക. അവരുടെ പാർപ്പിടം അതാണ് എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ ലുത്ഫ്, ഷിട്ടികൾ നട്ട് സഞ്ചനങ്ങളിൽ പ്രവർത്തിക്കുന്ന ശരിയാണ് ഈ ആയത്ത്, അഥവാ നേരത്തെ ഞാൻ ഉദ്ധരിച്ചതായ വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ എന്നതായ ആയത്ത് വിശദീകരിച്ചത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ ലുത്ഫ് പ്രവർത്തിക്കുന്നതായ ശൈലിയുടെ ഒരു ഭാഗമാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവരെ ഷിട്ടികളെ പരീക്ഷിക്കും എന്നത്. എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തികളുടെ ഈമാനിന്റെ തോതനുസരിച്ചിട്ട് പരീക്ഷകളെ, പരിശോധനകളെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ചിലപ്പോൾ ഈ മുഅ്മിനായ മനുഷ്യൻ, ഈ സത്യവിശ്വാസി, അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൂടെ, അവൻ ചെയ്യുന്നതായ നിസ്കാരങ്ങളിലൂടെ, നോമ്പുകളിലൂടെ, സക്കാത്തുകളിലൂടെ, അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങളിലൂടെ ചിലപ്പോൾ ഈ ഗ്രേഡിലേക്ക് എത്താൻ അവന് സാധിച്ചോളണമെന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ ലുത്ഫ് പ്രവർത്തിച്ചത് ഇവനിൽ എങ്ങനെയാണ്, അള്ളാഹുവിന്റെ കനിവ് പ്രവർത്തിച്ചത് എങ്ങനെയാണ്, അള്ളാഹുവിന്റെ കാരുണ്യം ഇവനെ ചൊരിഞ്ഞത് എങ്ങനെയാണ്, അവനെ പരീക്ഷിക്കാമെന്ന് തീരുമാനിക്കലാണ്. ചിലപ്പോൾ രോഗങ്ങളിലൂടെ പരിശോധിക്കും, അല്ലെങ്കിൽ ഭക്ഷണക്ഷാമത്തിലൂടെ പരിശോധിക്കും, അല്ലെങ്കിൽ മറ്റു പല പരീക്ഷണങ്ങൾ, ഭൗതികമായ പല പരീക്ഷണങ്ങളിലൂടെ അവൻ അള്ളാഹു പരിശോധിക്കും. ഈ പരിശോധിക്കുമ്പോൾ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ലുത്ഫ് പ്രവർത്തിക്കുകയാണ് എന്നത് അവൻ അറിയുന്നത് കൊണ്ട് തന്നെ അവൻ ക്ഷമ കൈകൊള്ളും. അവൻ ഇന്നാലില്ല പറയേണ്ട സ്ഥലത്ത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. അവൻ വെപ്രാളം കാട്ടുകയില്ല. അവൻ ഇതിന്റെ പിന്നിൽ മറുചോദ്യം ചോദിക്കുന്നതല്ല, അള്ളാഹ് തീരുമാനിച്ചതുപോലെ വരട്ടെ എന്ന് അവൻ തീരുമാനിക്കും. അത് കാരണത്താൽ അവന് ക്ഷമ കൈക്കൊള്ളാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ലുത്ഫാണ്, കനിവാണ്. അവന്റെ അമലു സാലിഹാത്തിലൂടെ അവൻ എത്താൻ സാധിക്കാത്തതായ ഗ്രേഡിലേക്ക് അവനെ എത്തിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണത്തിലൂടെ തീരുമാനിച്ചതാണ്. അപ്പോൾ ആ പരീക്ഷണം അവനെ ഉയർച്ചയിൽ നിന്നിട്ട് ഉയർച്ചയിലേക്ക് ഹും ദറജാതുൻ ഇൻദല്ലാഹ് എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ പരലോകം എന്നത് വളരെ ശ്രേഷ്ഠതകൾ, വളരെ സീറ്റ്സുകൾ, വളരെ ബഹുമതികൾ, വളരെ ബഹുമാനങ്ങൾ ഉള്ളതായ ആ സ്വർഗ്ഗലോകത്തിലേക്ക് അവനെ ഉയർത്തുവാനും അവിടെയും സ്റ്റാൻഡേർഡ് അള്ളാഹു പൊക്കുവാനും തീരുമാനിക്കുന്ന തീരുമാനമാണ്. അപ്പോൾ അവന്റെ ഗ്രേഡ് ഈ അവൻ ചെയ്യുന്ന അമലു സാലിഹാത്തിൽ കൂടി ലഭിക്കാത്തതായ പ്രതിഫലം, അമലു സാലിഹാത്തിൽ കൂടി എത്താത്തതായ സ്റ്റാൻഡേർഡിലേക്ക് അള്ളാഹുവിന്റെ ലുത്ഫിലൂടെ അവന് അള്ളാഹ് പരിശോധിക്കുമ്പോൾ, ആ പരീക്ഷണത്തിലൂടെ അവൻ വിജയിക്കുമ്പോൾ, ആ പരീക്ഷണത്തിൽ അവൻ റാങ്ക് നേടുമ്പോൾ, ആ പരീക്ഷണത്തിൽ അവൻ ക്ഷമ കൈകൊള്ളുമ്പോൾ അവന് ലഭിക്കാൻ സാധിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് അള്ളാഹുവിന്റെ ദയവും അള്ളാഹുവിന്റെ കനിവും കാരുണ്യവും അവനിൽ പ്രവർത്തിച്ച ശൈലിയാണ് കണ്ടത്. അതേ സമയത്ത് അവനെ ഇങ്ങനെ പരിശോധിച്ചു എന്ന് കാണുമ്പോൾ, പരിശോധന വർദ്ധിക്കുന്ന കാണുമ്പോൾ നാം പ്രയാസപ്പെടേണ്ടതില്ല, സത്യവിശ്വാസി പ്രയാസപ്പെടേണ്ടതില്ല. നാം തുടങ്ങി വെച്ചതായ നബിമാരെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആ നബിമാരെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞ ശരി എന്താണ്? അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ. അല്ലാഹു ഏറ്റവും കൂടുതൽ ഭൂമിയിൽ പരീക്ഷിക്കൽ നബിമാരെയാണ്. കാരണം നബിമാര് പരീക്ഷണങ്ങളുടെ മുമ്പിൽ ക്ഷമ കൈക്കൊള്ളുന്നവരും പരീക്ഷണത്തിൽ റാങ്ക് നേടുന്നവരും ആണ് എന്നത് അല്ലാഹുവിന് അറിയാം. അത് നാം കണ്ടതാണ് അവരുടെ ജീവിതത്തിലൂടെ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം കൈവരിക്കാനുള്ളതായ, വിജയം കൈകൊള്ളാനുള്ളതായ ഭാഗ്യം ദുനിയാവിൽ തന്നെ നൽകിയത്. ഇവിടെയുള്ളതായ പോരാട്ടങ്ങളിലും മത്സരങ്ങളിലും ശത്രുക്കളോടുള്ളതായ യുദ്ധങ്ങളിലും എല്ലാം. എന്നാൽ അതേ സമയത്ത് അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, നബിമാര് കഴിഞ്ഞാൽ തുമ്മ സാലിഹൂൻ, പിന്നെ അവരോട് തൊട്ടു നിൽക്കുന്നവര് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവരായ സാലിഹ്യങ്ങളാണ്, സജ്ജനങ്ങളാണ്. സജ്ജനങ്ങളെ അള്ളാഹു കൂടുതൽ പരിശോധിക്കും. തുമ്മൽ അംസല ഫൽ അംസല, പിന്നെ അവരിലേക്ക് അടുത്തവർ. അതുകൊണ്ട് മക്ക ഇമാമ തുടരുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ലഈഫായ ഈമാനിന്റെ ഉടമയാണെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കട്ടിയുള്ള പരീക്ഷണം പരിശോധിക്കുകയില്ല. കാരണം അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ അതിലൂടെ കാരണമായി തീരും. അത് കാരണത്താൽ തന്നെ അവനെ ചെറിയ ചില്ലറ പരീക്ഷണങ്ങളിൽ കൂടി മാത്രമായിരിക്കും പരിശോധിക്കുക. അതെ, അതുപോലെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹുവിന്റെ ഈ ലുത്ഫാകുന്ന അവൻ ലത്തീഫാണ് എന്ന, അവൻ കനിവ് ചെയ്യുന്ന മഹാശക്തിയാണ് എന്ന, അവൻ കാരുണ്യവാനാണ് എന്ന ആ സിഫത്തിൽ നിന്നിട്ട് മനസ്സിലാക്കേണ്ടതായ മറ്റൊരു ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ പ്രകടമാക്കുന്നത് ആ ലുത്ഫിനെ മുജാഹദത്തുൻ നഫ്സ് അലാ സലാഹിൽ ഖൽബ്, ഹൃദയത്തെ ക്ലിയർ ആക്കാനുള്ളതായ യുദ്ധം, പോരാട്ടം. മനുഷ്യൻ
അവന്റെ നഫ്സിനോട് പോരാടുക. ആ പോരാടാനുള്ളതായ കഴിവ് കൽപ്പ് അവരിൽ ഉണ്ടാക്കി കൊടുക്കുക. അത് എല്ലാവർക്കും ലഭിച്ചോണമെന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ നോട്ടം ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും അല്ലെങ്കിൽ ഇലാ അജ്സാമിക്കും വസുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും എന്ന് സഹീഹ് മുസ്ലിമിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ പ്രവചനം കാണാവുന്നതാണ്. അവിടെ എന്താണ് റസൂൽ വിവരിക്കുന്നത്? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ, അള്ളാഹു നോക്കുന്നതല്ല ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ വൈറ്റ്, നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ ഹൈറ്റിലേക്ക്, നിങ്ങളുടെ ശക്തിയിലേക്ക്, അതുപോലെ തന്നെ വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ കോലത്തിലേക്ക്, അതല്ല അള്ളാഹു നോക്കുക. വലാകിൻ അള്ളാഹുവിന്റെ നോട്ടം എവിടേക്കാണ്? യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ വഅമാലിക്കും, നിങ്ങളുടെ അമലിലേക്കുമാണ് അള്ളാഹുവിന്റെ നോട്ടം. അപ്പൊ അള്ളാഹു നോക്കൽ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ അമലിലേക്കുമാണ് എന്നല്ലാതെ നമ്മുടെ ജിസ്മിലേക്കല്ല, കോലത്തിലേക്കല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഹൃദയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹൃദയത്തെ ക്ലിയർ ആക്കാനുള്ളതായ മുജാഹദത്ത് ചെയ്യാനുള്ള ആ കഴിവ് കൽപ്പ് അള്ളാഹുവിന്റെ ലുത്ഫിലൂടെ അവന്റെ അടിമകളിൽ നിന്നിട്ട് ചിലർക്ക് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അത് കാരണത്താൽ തന്നെ ഏത് സമയത്തും ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലത്തവർ പറഞ്ഞതുപോലെ ഹസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു വസിനു അഅമാലക്കും ഖബ്ല അൻ തുസനു, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പരീക്ഷിക്കുക, മുഹാസബത്ത് നടത്തുക. നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു പരിശോധിക്കുന്നതിന് മുമ്പ്, പരലോകത്തിലുള്ളതായ കോർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ദുനിയാവിൽ നിന്നിട്ട് തന്നെ ദൈനംദിനം ഇന്ന് ഞാൻ എത്ര തെറ്റ് ചെയ്തു, ഇന്ന് ഞാൻ എന്തൊക്കെ കാട്ടി, ഇന്ന് ഞാൻ എത്ര ജുസ് ഓതി, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എത്ര ദിക്ർ ചൊല്ലി, ഇന്ന് ഞാൻ എത്ര നിസ്കരിച്ചു, ഇന്ന് ഞാൻ എത്ര സദഖ ചെയ്തു, ധർമ്മം ചെയ്തു, എന്തെല്ലാം ഞാൻ ചെയ്തു നന്മകൾ, എന്തെല്ലാം തിന്മകൾ ചെയ്തു എന്നത് ഓരോ ദിവസവും ഓരോരുത്തരും പരിശോധിക്കുകയാണെങ്കിൽ, എന്നിട്ട് വീഴ്ചകളെ രക്കറ്റാൻ വേണ്ടി പാടുപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ മദീന ഇമാം ഓതിയതായ ആയത്തിൽ നാം കേൾക്കാൻ പോകുന്നത് പോലെ നമുക്ക് ആ പരീക്ഷണ ശൈലിയിൽ നമ്മുടെ വീഴ്ചകൾ നികറ്റാൻ നമുക്ക് അതിലൂടെ സാധിക്കും. അങ്ങനെയുള്ളതായ ആ പ്രത്യേകതകൾ ലഭിക്കാൻ വേണ്ടി നാം എന്ത് വേണം? മുഹാസബത്തുൻ നഫ്സ് എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ബുദ്ധിജീവിയുടെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. സത്യവിശ്വാസി ബുദ്ധിജീവിയാണെങ്കിൽ അവൻ ദൈനംദിനം അവന്റെ നഫ്സിനെ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ ആ വിചാരണ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവന് പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഭൂമിയിൽ വെച്ചിട്ട് തന്നെ അവന്റെ പരലോക മോക്ഷം നേടാനുള്ളതായ മാധ്യമം കൈക്കൊള്ളാൻ അവൻ അത് സഹായകമാകും എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മക്ക ഇമാമ് ഇന്ന് ലുതൂഫി എന്ന അള്ളാഹു ലത്തീഫാണ്, അടിമകളിൽ അവൻ ലത്തീഫാണ്, അവൻ ദയവുള്ള ആളാണ്, അവൻ കനിവുള്ള ആളാണ്, അവൻ കാരുണ്യമുള്ള ആളാണ് എന്നതായ ആ സിഫത്തിന്റെ വിശദാംശങ്ങൾ നൽകിയപ്പോൾ പറഞ്ഞ ചില ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. വളരെ ഇതിലും വിശദമായിട്ട് ഈ ലുതൂഫി എന്ന സിഫത്തിനെ കുറിച്ച് സംസാരിക്കാൻ, ലത്തീഫി എന്ന സിഫത്തിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ സിഫാത്തുകൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചുള്ള അപരിചിതം അല്ലെങ്കിൽ അതിനെ പരിചയപ്പെടാതിരിക്കുക എന്ന കുറവാണ് നമ്മൾ നിന്നിട്ട് നല്ലൊരു ശതമാനത്തിന് പിടിപെട്ടത്. ആ കുറവ് കയറ്റാൻ വേണ്ടി നാം പാടുപെടണം. അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് പഠിക്കണം, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ഷിട്ടികളുടെ കഴിവ് എന്ത്, ഷിട്ടാവിന്റെ കഴിവ് എന്ത്, ആ ഷിട്ടാവിന്റെ കഴിവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷിട്ടികൾ എപ്പോഴും ഷിട്ടാവിലേക്ക് ആശ്രയിക്കുന്ന ആളാണ് എന്നതായ ആ ഭാഗത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നബിമാരടക്കം എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവരിലേക്ക് ഏറ്റവും അടുത്ത നബിമാരിൽ നിന്നിട്ട് ശ്രേഷ്ഠനും നമ്മുടെ ദൂതരുമായ ആ മഹാനായ ഖലീലുല്ലാഹി നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഒരു കാര്യവും ഒരു അധികാരവും ഞാൻ തന്നിട്ടേ ഇല്ല, എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്. നിങ്ങൾ ഞാൻ കൽപ്പിക്കുന്നത് അനുസരിച്ചിട്ട് അത് പ്രവർത്തിക്കുക എന്നതല്ലാതെ ചോദ്യം ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്ന് പറയും പോലെ ലൈസ ലക മിനൽ അംരി ശൈ, നിങ്ങൾക്ക് കാര്യങ്ങളിലൊന്നും നിങ്ങൾ കൈകടത്താൻ പാടുള്ളതല്ല. അഥവാ അദ്ദേഹത്തെ ഹിദായത്താക്കണം, ഇദ്ദേഹത്തെ വലാത്തിലാക്കണം എന്നീ കാര്യം അള്ളാന്റെ കയ്യിലാണ്. അതൊക്കെ അള്ളാഹ് തീരുമാനിക്കുന്ന തീരുമാനമാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അവരെ ലലാലത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പാടുപെടുക. ഇതേ നിങ്ങൾക്ക് നിങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതുള്ളൂ. ഇൻ അലൈക ഇല്ലൽ ബലാഗ്, നിങ്ങളുടെ ബാധ്യത എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. ഒമാ അലൈക ഇല്ലൽ ബലാഗ്, ഇതാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവരിലേക്ക് ഏറ്റവും അടുത്തവരായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായ ശൈലി. അതെ സഹോദരന്മാരെ, സഹോദരികളെ, അവസാനമായി ഞാൻ നേരത്തെ ഓതി വെച്ചതായ ആയത്ത് തന്നെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലിക് ഫഅഫു അൻഹും
വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ എന്ന ആയത്തിലൂടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കഴിവ്, ആ ജനങ്ങളോടുള്ളതായ സമീപനം, ആ ജനങ്ങളോടുള്ളതായ റഹ്മത്ത്, ജനങ്ങളോടുള്ളതായ നല്ല സ്വഭാവം, അത് കാരണമായിരുന്നു അവരുടെ ദഅവത്തിൽ വിജയിക്കാനും അവരിലേക്ക് ജനങ്ങൾ ഒരുമിച്ച് കൂടുവാനും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദഅവത്തിൽ നേട്ടവും പുരോഗതിയും നേടിയെടുക്കുവാനും ഉള്ളതായ ചാൻസ് ഉണ്ടാക്കി കൊടുത്തത്. നേരെ മറിച്ച് സ്വഭാവം വിപരീതമാണെങ്കിൽ ഈ റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുകയില്ലായിരുന്നേനെ എന്നർത്ഥം. മദീന ഇമാമും അതുപോലെ തന്നെ ഇന്ന് ഡോക്ടർ അഹമ്മദ് താലിബ് ഇബ്നു ഹുമയ്ദി എന്ന പണ്ഡിതനായിരുന്നു ഇന്ന് സംസാരിച്ചത്. അദ്ദേഹവും അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ സംസാരിച്ച കൂട്ടത്തിൽ അർ റഹ്മാനു അലൽ അർശി ഇസ്തവ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹത സറാ വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന ആയത്ത് ഓതിയുകൊണ്ടായിരുന്നു മദീന ഇമാമ ഇന്ന് ഖുത്ബ ഓതിയത്. ധാരാളം കാര്യങ്ങൾ അല്ലാഹുവിന്റെ സിഫത്തുകൾ നിന്നിട്ട് അദ്ദേഹം ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നിട്ട് ചില ഭാഗം മാത്രം നമുക്ക് സംസാരിക്കാനേ നമ്മുടെ സമയം അനുവദിക്കുകയുള്ളൂ. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്? അവന്റെ വിശാലമായ അർശാകുന്ന ആ മഹാ സിംഹാസനമെന്ന് അർത്ഥം വെക്കാൻ യഥാർത്ഥത്തിൽ ഭാഷയിൽ വേറെ അർത്ഥം ലഭിക്കുന്നില്ല എന്നത് കാരണത്താൽ ഉപയോഗിക്കുന്നു എന്നതല്ലാതെ അർശി എന്ന പദം തന്നെ പറയലാണ് ഏറ്റവും ഉത്തമമായ രീതി. കാരണം ഓരോ മുസ്ലിമും അർശ് എന്ന് പറഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. അത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെയും ആകാശത്തെയും എല്ലാം സൃഷ്ടിച്ച ശേഷം അവൻ അർശിൽ സിംഹാസനസ്ഥനാണ് എന്നതായ ആ പദപ്രയോഗം നടത്തുന്ന സന്ദർഭത്തിൽ അത് എങ്ങനെ, അത് നമുക്കറിയുകയില്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമുക്ക് കൊലപ്പെടുത്താൻ സാധിക്കുന്നതല്ല എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ പടിയായി ഉപയോഗിക്കുന്നതായ ആ ഒരു കുർസിയെ കുറിച്ച് തന്നെ ഹദീസുകളിൽ കാണുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് വിശദീകരിക്കുന്ന രൂപത്തിൽ നാം പലപ്പോഴും പറഞ്ഞതായ ഭാഗമാണ് അള്ളാഹുവിന്റെ അർശിന്റെ പടിയായിട്ട് ഉപയോഗിക്കുന്ന അള്ളാഹുവിന്റെ കാല് വെക്കുന്ന സ്ഥലം എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അള്ളാഹുവിന്റെ കാല് എങ്ങനെ, അത് നമുക്കറിയുകയില്ല. അള്ളാഹുവിന് കാലുണ്ടോ? ഉണ്ട്. കൈയുണ്ടോ? ഉണ്ട്. കണ്ണുണ്ടോ? ഉണ്ട്. അതൊക്കെ അള്ളാഹ് ഉണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞത് നാം ഇല്ല, നമുക്ക് കോലപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ കാട്ടിയതുപോലെ നിങ്ങളുടെ അള്ളാഹ് കൈയില്ലാത്തവൻ, കാലില്ലാത്തവൻ, കണ്ണില്ലാത്തവൻ ഓരോന്നും അയച്ചിട്ട് അപ്പൊ അള്ളാഹ് ഇല്ലാതെ അവസാനം പറഞ്ഞിട്ട് പരിഹസിക്കാൻ കാരണമായി തീരും. അങ്ങനെ കാരണമായി തീരാൻ വേണ്ടിയല്ല, മറിച്ച് നാം ഖുർആൻ പഠിപ്പിച്ച ശൈലി അനുസരിച്ചിട്ട് അള്ളാഹിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹ് സ്ഥിരീകരിച്ച അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞത് ഉണ്ടെന്ന് പറയുക. പക്ഷെ അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലത്തെ ഒന്നുമില്ല, എന്തുമില്ല, എവിടെയുമില്ല, എപ്പോഴുമില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല, ഉണ്ടാവാൻ പാടുള്ളതുമല്ല. ഇതാണ്. അപ്പോൾ അള്ളാഹുവിന് കണ്ണുണ്ട്. എങ്ങനെ കണ്ണ്? അല്ലാഹു അലം. കാണും. എങ്ങനെ കാണും? അല്ലാഹു അലം. നാം കാണുമ്പോഴോ അല്ല. നമുക്ക് ഈ മതിലിന്റെ അപ്പുറമുള്ളത് എന്താണെന്ന് അറിയുകയില്ല. അള്ളാഹുവിന് അങ്ങനെയല്ല. അള്ളാഹു അവന്റെ പ്രപഞ്ചം ആസകലം കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. അതിലുള്ള ചെറുതും വലുതുമായ മാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഇവിടെ ഭൂമിയിൽ ഒരു വൃക്ഷത്തിൽ നിന്നിട്ട് ഒരു ഇല താഴെ വീഴുമ്പോൾ ആലോചിച്ച് നോക്കൂ, എത്ര കോടി വൃക്ഷങ്ങളാണ് ലോകത്തിലുള്ളത്. ഈ വൃക്ഷങ്ങളിൽ നിന്നിട്ട് ഒരു ഇല താഴെ വീഴുമ്പോൾ അള്ളാഹ് അറിയുന്നുണ്ട്. അള്ളാഹ് അറിയാതെ വീഴുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹ് തന്നെ പറയാണ്, وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. ഉണങ്ങിയതോ പച്ചയോ ആയ ഏത് വിത്തുകൾ ഏത് ഇരുട്ട് പർവ്വതത്തിന്റെയോ പാറക്കല്ലിന്റെയോ അകത്തുണ്ടെങ്കിൽ അതിനെ കുറിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രോഡീകരിച്ച് റിക്കാർഡാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന് അതിനെ കുറിച്ചെല്ലാം വിവരമുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ മനസ്സിലാക്കുമ്പോൾ ആ സിഫാത്തുകൾ ഉണ്ടെന്ന്, സിഫാത്തുകൾ ഉള്ളതുപോലെ അള്ളാഹു കൈയുണ്ടെന്ന് പറയുമ്പോൾ കൈയുണ്ടെന്ന് പറയുക, കാലുണ്ടെന്ന് പറയുമ്പോൾ കാലുണ്ടെന്ന് പറയുക. അള്ളാഹുവിന്റെ കുർസി അത് നമുക്ക് കോലപ്പെടുത്താൻ പറ്റുകയില്ല. ആകാശത്തെയും ഭൂമിയെയും വരെയും ചെയ്യുകയാണ് അള്ളാഹുവിന്റെ കുർസി. അള്ളാഹുവിന്റെ കുർസി ആകാശങ്ങളെയും ഭൂമിയെയും വരെയും ചെയ്തു നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ആകാശമെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല.
അതിന്റെ വിശാലതയെക്കുറിച്ച്, അതിന്റെ നീളത്തെക്കുറിച്ച്, അകലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇന്ന് ജീവിക്കുന്ന മനുഷ്യന് സാധിച്ചിട്ടില്ല. അത്രയും വിശാലമാണ് എന്ന് അവര് കോടാന കോടി നക്ഷത്രങ്ങളുണ്ട് എന്നും അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നും അതിന്റെ ചലനങ്ങളെ കുറിച്ചും തമ്മിൽ തല്ലാതെ തമ്മിൽ അടിക്കാതെ ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്നും അവർ സമ്മതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ മഹാപ്രപഞ്ചത്തിനെ വലയം ചെയ്യുകയാണ്. ആകാശത്തെയും ഭൂമിയെയും വലയം ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ കുർസി എന്നാണ്. ഈ കുർസി അള്ളാഹുവിന്റെ അർശിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ ഭൂമിയുടെ മീതെ ഒരു ഹലക്ക, ഒരു വട്ടക്കണ്ണി നാം എറിഞ്ഞാൽ ഭൂമിയിൽ എത്ര സ്ഥലമുണ്ടാകും എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ അർശിന്റെ സമീപനത്തിൽ അള്ളാഹുവിന്റെ കുർസിയുടെ വലുപ്പമെന്നാണ്. അപ്പോൾ ഇത്രയും വലുപ്പമുള്ളതായ കുർസി അള്ളാഹുവിന്റെ അർശിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ചെറുതാണെങ്കിൽ അള്ളാഹുവിന്റെ അർശിന്റെ സ്ഥിതി എന്താണ്? അപ്പോൾ ആ വാക്കിന്റെ ആ വെയിറ്റ് എത്രയും വലിയ വെയിറ്റ് ഉള്ള വാക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അർ റഹ്മാനു അലൽ അർശി ഇസ്തവാ. റഹ്മാൻ അവന്റെ അർശിന്റെ മീതെയാണ്. ഏത് രൂപത്തിലാണ്? അല്ലാഹു അലം. മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദ്റത്തിൽ വെച്ചിട്ട് മദീനത്തുള്ളതായ അല്ലാഹുവിന്റെ റസൂലിനെ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ നാട്ടിലുള്ള ഈ വിശുദ്ധ മസ്ജിദുൻ നബവിയുടെ അകത്ത് മഹാനായ മാലിക് ഇമാം ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിൽ ഈ ഇങ്ങനെയുള്ള ആയത്തുകളെ കുറിച്ച് ഒരു വ്യക്തി വന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് എന്താണെന്നാണ് നാം പഠിച്ചത്. അൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫിയത്തു മജ്ഹൂലുൻ വസ്സുആലു അൻഹു ബിദ്അ. അൽ ഇസ്തിവാഉ, എങ്ങനെയാണ് ഒരാൾ സിംഹാസനത്താവുക എന്നത് അർശന്റെ മീതെ എന്നല്ല, പൊതുവെ എവിടെയെങ്കിലും ഒരാൾ സിംഹാസനസ്ഥനാവുക എന്ന് നാം പറയുകയാണെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം അത് വളരെ വ്യക്തമാണ്. അറബി ഭാഷയിലാണെങ്കിലും അനറബി ഭാഷയിലാണെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് പോലപ്പെടുന്ന കാര്യമാണ്. പക്ഷെ ഒരു കൈഫിയത്തു അല്ലെങ്കിൽ കൈഫു മജ്ഹൂലുൻ, എങ്ങനെയാണ് അള്ളാഹ് മുസ്തവിയാവുന്നത് എന്നത് നമുക്ക് കോലപ്പെടുത്താൻ പറ്റുന്നതല്ല. എന്തുകൊണ്ട്? അള്ളാഹനെ തന്നെ അവൾക്ക് എന്താണെന്ന് അറിയുക, ഏത് രൂപത്തിലാണെന്ന് കോലപ്പെടുത്താൻ പറ്റില്ലല്ലോ. പിന്നെ അവൻ എങ്ങനെയാണ് സിംഹാസനസ്ഥനാവുക അല്ലെങ്കിൽ അർശിന്റെ മീതെ എന്നതിനെ കുറിച്ച് എങ്ങനെയാണ് കോലപ്പെടുത്താൻ പറ്റുക? അതിനെക്കുറിച്ച് ഇമാം മാലിക് പറയുകയാണ്, അതിനെക്കുറിച്ച് ചോദിക്കൽ അത് ബിദ്അത്താണ്, അത് പാടില്ലാത്തതാണ്. അള്ളാഹ് അങ്ങനെ പറയുമ്പോൾ കണ്ണടച്ച് അംഗീകരിക്കന്നെ. കാരണം നാം അറിയാത്ത ലോകത്തെ കുറിച്ചാണ് ചോദ്യം. അറിയാത്ത ലോകത്തെ കുറിച്ച് എല്ലാവരുടെ ബുദ്ധിക്കും എന്തുണ്ട്? ഒരു അതിർത്തിയുണ്ട്. ആ അതിർത്തിക്ക് അപ്പുറമുള്ളത് ചിന്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നതല്ല എന്നതുപോലെ അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ ഈ ഹൃദയത്തിനില്ല. അത് തരുന്ന കാലഘട്ടം പരലോകത്തിൽ വരാൻ പോകുന്നുണ്ട്. അള്ളാഹുവിനെ നേർക്ക് നേരെ കാണാൻ പോകുന്ന ലോകം. ഈ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ലാ തുദ്രികുൽ അബ്സാർ വഹു യുദ്രികുൽ അബ്സാർ വഹു ലത്തീഫുൽ ഖബീർ. ലാ തുദ്രികുൽ അബ്സാർ, കണ്ണുകൾ അവനെ കണ്ടെത്തുന്നതല്ല. അള്ളാഹുവിനെ കാണാൻ കണ്ണുകൾക്ക് സാധിക്കുന്നതല്ല. വഹു യുദ്രികുൽ അബ്സാർ, എല്ലാവരെയും അവൻ കാണും, അവൻ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതാണ് അവന്റെ കഴിവ് കൽപ്പ്. അപ്പോൾ അങ്ങനെയുള്ളതായ റബ്ബിനെ കുറിച്ച്, റബ്ബിന്റെ അർശിന്റെ മീതെ ആണ് എന്ന വാക്കിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യം ബിദ്അത്താണ്. ഒമാ അറാക ഇല്ലാ മുബ്തദിഅ എന്നും അതിന്റെ പരിപൂർണതയിൽ ഇമാം മാലിക് എന്ന് പറഞ്ഞു എന്നാണ്. നിങ്ങളൊരു മുബ്തദിഅ മനുഷ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹത്തെ ആക്ഷേപിച്ചുവെന്നും മറ്റൊരു കൂട്ടത്തിൽ അദ്ദേഹത്തെ ആ സദസ്സിൽ നിന്നിട്ട് പുറത്താക്കാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അസ്മാകളെ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ പഠിക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അള്ളാഹ് പറഞ്ഞത് ഉണ്ടെന്ന് സ്ഥിരീകരിച്ച്, റസൂൽ സ്ഥിരീകരിച്ചത് ഉണ്ടെന്ന് സ്ഥിരീകരിച്ച്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയെ പോലത്തവരെ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാല് മദ്ഹബിന്റെ ഇമാമുകളും അള്ളാഹുവിന്റെ സിഫത്തുകൾ അള്ളാഹ് പറഞ്ഞതുപോലെ മനസ്സിലാക്കലല്ലാതെ അതിനെ നമ്മുടെ ബുദ്ധിക്ക് യോജിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് ഇറങ്ങുന്നുണ്ട് അർഫയിലേക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹ് അല്ല ഇറങ്ങുന്നത്, അള്ളാഹുവിന്റെ റഹ്മത്താണെന്ന് പറയാനുള്ളതായ ചങ്കൂറ്റം ചില മുബ്തദിഅകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളതായ അള്ളാഹുവിന്റെ ആ സിഫത്തുകളെ ദേഹയിച്ചനുസരിച്ചിട്ട് കോലപ്പെടുത്താൻ വേണ്ടി, അടുപ്പിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി, ബുദ്ധിക്ക് യോജിപ്പിക്കുന്ന രൂപത്തിലാക്കാൻ വേണ്ടി അർത്ഥം വെച്ച് തഅ്വീൽ ചെയ്യുന്ന വിഭാഗം അവരാണ് മുബ്തദിഅകൾ, അവരാണ് പഴച്ചവർ. ആയിരത്തിൽ നാം പെട്ടുപോകാൻ പാടുള്ളതല്ല എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ആയത്തിന്റെ വിശദീകരണം മദീന ഇമാം നൽകിയത്. അദ്ദേഹം അവസാനം എന്ന ആയത്ത് ഓതുകയുണ്ടായി. എല്ലാ മനുഷ്യന്മാരോടും സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചു പറയുകയാണ്, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്ത് തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഓരോ നഫ്സും ഒന്ന് ചിന്തിക്കട്ടെ, ഒന്ന് ചിന്തിച്ച് പഠനം നടത്തട്ടെ. അപ്പോഴോ അവിടെ തെറ്റ് വന്നതായിട്ട് കാണാം. അത് ഏത് മനുഷ്യൻ പരിശോധിച്ചാലും തീർച്ചയായിട്ടും വീഴ്ച കാണാം. അപ്പോൾ എന്ത് വേണ്ടി വരും?
അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാൻ, വീഴ്ച കെറ്റാൻ പാടുപെടുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്നു. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങൾ അള്ളാഹുവിനെ മറന്നുപോയ വിഭാഗത്തിൽ പെട്ടുപോകരുത്. അപ്പോൾ അവരുടെ ഹള്ളിനെ അവർ മറന്നവരായി മാറും. അവർക്ക് പരലോകമോക്ഷം നേടാനുള്ള മാധ്യമങ്ങൾ മറന്നവരായി മാറും. അങ്ങനെയായി മാറരുത് നിങ്ങൾ. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ ആവരുത്. അവരാണ് ഫാസിഖീങ്ങൾ. നിങ്ങൾ ഫാസിഖീങ്ങളിൽ പെട്ടുപോകരുത്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗ്ഗവാസികളും നരകവാസികളും ഒരിക്കലും തുല്യരല്ല. പിന്നെയോ സ്വർഗ്ഗവാസികൾ അവരാണ് വിജയികൾ. പിന്നെ എങ്ങനെയാ തുല്യപ്പെടുക? അതുകൊണ്ട് ഒരു തുല്യതയും അവർ തമ്മിലില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗവാസികളാവാൻ വേണ്ടി മനക്കെടുക, പാടുപെടുക എന്നതായ ആയത്ത് ഓതിയും കൊണ്ടാണ്, സൂറത്തുൽ ഹശറിലുള്ളതായ ആയത്ത് ഓതിയും കൊണ്ടാണ് ഇന്ന് മക്ക ഇമാമ് ഈ വിഷയത്തെ സമാപിച്ചത്, അദ്ദേഹത്തിന്റെ ഖുത്ബയെ സമാപിച്ചത്. വളരെ നീട്ടിവലിച്ച് അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് മദീന ഇമാമും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അള്ളാഹുവിന്റെ സിഫാത്തുകളെ പഠിക്കേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹു മെച്ചപ്പെട്ട നാമങ്ങളുണ്ട് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആ അസ്മാകളെ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കി, അള്ളാഹുവിന്റെ കഴിവുകൾക്ക് മനസ്സിലാക്കി, അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ ആസ്വാദനത്തോടുകൂടി, ഖുശൂഅോടുകൂടി, ഭക്തിയോടുകൂടി ആരാധിക്കാൻ ഉള്ളതായ തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൽ എവിടെയെല്ലാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വബായിൽപ്പെട്ടവരുണ്ട്, അവർക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ദുആ കൊണ്ട് നമ്മളോട് വസീയത്ത് ചെയ്ത നമ്മുടെ പരിചയപ്പെട്ടവർക്കും അല്ലാത്തവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യങ്ങളെ സുഖപ്പെടുത്തട്ടെ, സുഖപ്പെടുത്തട്ടെ, സുഖപ്പെടുത്തട്ടെ. അവർക്ക് പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ. അവരിൽ നിന്നിട്ട് രോഗം പിടിപെട്ടവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സർവ്വതോപ്പാക്കി മാറ്റട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് അള്ളാഹുവിന്റെ സിഫാത്തുകളെ പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ നമ്മുടെ ആ ലുത്ഫ് എന്നതായ ആ സിഫത്ത് അത് ശരിക്കും പ്രവർത്തിക്കാനുള്ള വിഭാഗമായി മാറാൻ, അള്ളാഹുവിന്റെ കനിവ് ചൊരിയാൻ, അള്ളാഹുവിന്റെ കാരുണ്യം ചൊരിയാൻ, അള്ളാഹുവിന്റെ ദയവ് നമ്മെ ചൊരിയാൻ അർഹപ്പെട്ടവരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.